2 ആഴ്ചകൾക്ക് മുമ്പ് നാട്ടുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാമെന്ന് ലാസ്റ്റ് ഫ്രൈഡേ ഇവിടെ നടന്ന ചർച്ചയിൽ വാക്ക് തരികയും ആ വാക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ വിഷയത്തിന്റെ മേൽ ഊന്നി നിന്നുകൊണ്ട് ചർച്ചയാകാം എന്ന 2 കൂട്ടരുടെയും ഒരുമിച്ചുള്ള ആ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടി അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിശാലമായി ഇവിടെ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഒറ്റ വിഷയമാണ് മരണപ്പെട്ട മരിച്ചവർ കേൾക്കും എന്ന് ഒരു വിഭാഗമുണ്ട്, കേൾക്കില്ല, മരണപ്പെട്ടവർ കേൾക്കില്ല എന്ന വിഷയം ഒരു വിഭാഗവും. ആ ഒരു വിഷയത്തിന്മേലാണ് ചർച്ച ഇന്നിവിടെ നടത്തുന്നത്. അതിൽ നിന്ന് ആ വിഷയത്തിൽ നിന്ന് മാറാൻ പാടില്ല, ആരും മാറാൻ പാടില്ല. ആ ഒറ്റ വിഷയത്തിൽ നിന്ന് ചർച്ച നടക്കും. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നമ്മളൊരു വിഷയത്തിൽ ചർച്ച ഉണ്ടായിരുന്നു. അതായത് മരിച്ചവരെ വിളിച്ചാൽ കേൾക്കില്ല, വിളിക്കപ്പെട്ടാൽ കേൾക്കാൻ കഴിയും. പക്ഷെ മറുഭാഗം പറഞ്ഞത് വിളിച്ചാൽ കേൾക്കാൻ കഴിയും എന്നാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ചെറിയ ഒരു തർക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം പിന്നെ കൂടുതൽ ചർച്ച ചെയ്യണമെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, എങ്കിൽ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള ശ്രോതാക്കളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേൾക്കുക, എല്ലാവരും സത്യം മനസ്സിലാക്കുക. പിന്നെ ഒരു ശ്രോതാക്കൾ ഇടയ്ക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് അത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. ഓക്കെ, വിഷയത്തിലൊക്കെ ഞങ്ങൾക്കാണ് ആദ്യം ചോദ്യമായതുകൊണ്ട് ഞങ്ങൾ തന്നെ അതിൻ്റെ വിളിച്ചാൽ കേൾക്കില്ല എന്നുള്ള വിഷയം വന്നതുകൊണ്ട് ഞങ്ങൾ വിളിച്ചാൽ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചില്ലായിരുന്നു. മയ്യത്ത് കേൾക്കുമോ കേൾക്കൂല്ലേ, മരിച്ചവർ കേൾക്കുമോ കേൾക്കില്ല, കഴിയില്ല എന്നാ കേൾപ്പിക്കാൻ കഴിയുള്ളൂ. കേൾപ്പിക്കുക എന്നുള്ളതല്ല, അല്ല മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയുമോ കഴിയില്ല എന്നതല്ല നമ്മുടെ വിഷയം. മയ്യത്ത് കേൾക്കുമോ കേൾക്കൂലേ, എന്തും. അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, മയ്യത്തിനോട് എന്തെങ്കിലും പറഞ്ഞാൽ, ആരായിരുന്നാലും അല്ലല്ലോ അവര് നമ്മൾ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ ഒന്ന് പറയാം, കാര്യം അറിയണോ എല്ലാവരും. വിളിച്ചാൽ അല്ല കേൾക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു ഇതിന് കേൾപ്പിക്കില്ല എന്നാണ് ഇതിലുള്ളത്. അപ്പൊ കേൾക്കുമോ എന്ന് തെളിയിക്കാനാന്ന് പറഞ്ഞു. അതെ, കേൾക്കുമോ ഇല്ലയോ, ഇതാണ് വിഷയം. മയ്യത്ത് കേൾക്കുമോ ഇല്ലയോ, മയ്യത്ത് അറിയുമോ ഇല്ലയോ, മരിച്ചവര് കേൾക്കോ കേൾക്കില്ലേ എന്നുള്ളത് ഒരു ബ്രോഡായ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോ വിളിച്ചാൽ നിങ്ങൾ മയത്തിന് വിളിച്ചാൽ അത് കേൾക്കോ കേൾക്കില്ല എന്നാണ് നിങ്ങൾക്ക് അർത്ഥം? അത് മയ്യത്ത് ഒന്നും കേൾക്കില്ല എന്നാണ് നിങ്ങൾക്ക് അർത്ഥം? അത് വ്യക്തമാക്കും. മയ്യത്ത് ഒന്നും കേൾക്കൂല എന്നതാണ് ഇവിടെ വിഷയം. ഒന്നും കേൾക്കില്ല എന്നുള്ളത് ഞങ്ങൾ ആരോടെ പറഞ്ഞിട്ടില്ല. ഈ സമയത്ത് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മയ്യത്ത് ഒന്നും കേൾക്കില്ല എന്നതാണ് വിഷയം. ഇതിനിടയിൽ ഒരു സഹോദരൻ എണീച്ചിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ പിതാക്കൾ മുഖേന പിന്നെ ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അത് നമ്മുടെ വിഷയം അതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിപ്പം ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറഞ്ഞില്ല, മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മയ്യത്ത് ഒന്നും കേൾക്കുകയില്ല. മയ്യത്തൊന്നും കേൾക്കൂലെന്നല്ല, പിന്നെ വിളിച്ചാൽ കേൾക്കൂലെന്നുള്ളതാണ്.
കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ അല്ല ഇത് പ്രാദേശികമായിട്ടുള്ള പ്രശ്നമാണ്. ഇസ്ലാമികപരമായ കാര്യങ്ങളല്ലോ നമ്മുടെ തർക്കത്തിൽ ഇസ്ലാമികമായ ചർച്ചകൾ വ്യക്തമായി അത് ശരിയായിരിക്കണം. മരിച്ചവർ ഒന്നും കേൾക്കുകയില്ല എന്ന വാദം തെറ്റാണോ ശരിയാണോ? മരിച്ചവരിപ്പോ മുൻകന്നേക്കിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കും, അതിനൊന്നും ആരെക്കൂടെ സംശയമില്ല. മരിച്ചവർ അവരുടെ ബർദ്ധവ്യായ ലോകത്ത് എന്തെങ്കിലും കേൾക്കോ കാണോ ഉത്തരം ചെയ്യുമോ എന്നുള്ള ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം ഭൂമിയിൽ ഇരിക്കുന്നവർ നമ്മൾ മരിച്ചുപോയവരെ വിളിച്ചാൽ അത് കേൾക്കുമോ, അത് ഉത്തരം ചെയ്യുമോ, അതിന് ഒരൊറ്റ എന്താ പറയാ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് ഞങ്ങളുടെ വാദം. എക്കാലത്തെയും മരിച്ചവർ കേൾക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അഥവാ ഭൂമിയിൽ ഇരിക്കുന്നപ്പോ ഞാനോ നിങ്ങളിവിടെ ആൾക്കാരുണ്ടെങ്കിൽ അവർ മരിച്ചു പോയവരെ വിളിച്ചാൽ ആ കേൾക്കാൻ കഴിയുമ്പോൾ വിളിച്ചത് നിൽക്കട്ടെ, ഭൗതിക ലോകത്തുള്ള എന്തെങ്കിലും ശബ്ദങ്ങൾ മയ്യത്ത് കേൾക്കുമോ കേൾക്കൂലേ? ഭൗതികമായ എന്തെങ്കിലും ശബ്ദങ്ങൾ, അത് ഖുർആൻ എന്തെങ്കിലും കൊണ്ട് സ്ഥിരപ്പെട്ട എന്തെങ്കിലും നിശ്ചിത അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും എട്ടുപറ്റുന്ന കാര്യങ്ങൾ കേൾക്കുമെന്നല്ലാതെ എല്ലാം കേൾക്കും. ഭൗതിക ലോകത്തുള്ള ചില കാര്യങ്ങളെല്ലാം മയ്യത്ത് കേൾക്കും, വിളിച്ചാൽ മാത്രം കേൾക്കൂല എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. വിളിച്ചാൽ കേൾക്കുമോ ഇല്ല എന്നുള്ളത് വേറെ ഒരു വിഷയം. മയ്യത്ത് ഒരു നമ്മുടെ ചർച്ച ഇവിടെ കഴിഞ്ഞുപോയ ചർച്ച മയ്യത്ത് എന്ന് പറയുന്നത് വെറും ശവമാണ്. ഭൗതിക ലോകത്തുള്ള ഒരു ശബ്ദവും മയ്യത്ത് കേൾക്കില്ല. ഇതായിരുന്നു വാദം. ഇതാണ് വാദം. മയ്യത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ പകുതി വാദം പൊളിഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് വിഷയം എന്താണ് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഈ ചർച്ച കൊണ്ട് വിവക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മരിച്ചവരെ വിളിക്കുന്നത്? ഞങ്ങൾ മരിച്ചവരെ വിളിക്കുന്ന കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. മയ്യത്തിനെ വിളിച്ചാൽ കേൾക്കുമോ കേൾക്കും. ഒരു കാര്യം പറയട്ടെ, ഈ ഇത്രയും കൂടിയിരിക്കുന്ന ആളുകള് ഈ ചർച്ചക്ക് വല്ല ഗുണപരമായിട്ടുള്ള വല്ല ഇത് വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് നിങ്ങൾ ഭീമാപ്പള്ളി ഭാഗത്തുള്ള ആളുകളാണ്. ഭീമാപ്പള്ളിയിലുള്ള അവർ വിളിച്ചാൽ കേൾക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ നമ്മളുടെ ആ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങളും അവരോട് പറയുന്നുണ്ട്. വിളിച്ചാൽ വെറുതെ കേൾക്കോ എന്നുള്ളതല്ല. നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മളുടെ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള വിളി, ആ വിളി നിങ്ങളെ വിഷയം മാറിപ്പോവുകയാണ്. നമുക്ക് ഇവിടെ